IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താരക്കൈമാറ്റങ്ങളിലൊന്ന്. 18 കോടി രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ സഞ്ജു ആ തീരുമാനത്തിന് പിന്നിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ജിയോ സ്റ്റാറിൻ്റെ സൂപ്പർ സ്റ്റാർസ് പരിപാടിയിലാണ് സഞ്ജു മനസ്സ് തുറന്നത്. രാജസ്ഥാൻ മാനേജ്മെൻറ്റിനോട് ടീം വിടുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചുപോക്കില്ല. ലേലത്തിൽ ഏത് ടീമിൽ എത്തുമെന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ. എങ്കിലും 2025 അവസാന സീസൺ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. 30 വയസ്സായി. പുതിയൊരു വെല്ലുവിളി ഏറ്റെടുത്ത് 0-ൽ നിന്ന് തുടങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് തിളക്കവുമായാണ് സഞ്ജു CSKയിലെത്തിയത്. എന്നാൽ ആദ്യ 3 മത്സരങ്ങളിലും താരം ഒറ്റയക്കത്തിന് പുറത്തായി. ചെന്നൈ തോറ്റു. ചെപ്പോക്കിലെ സ്ലോ പിച്ചിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി വിജയിക്കില്ലെന്ന് വരെ വിമർശകർ പറഞ്ഞു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മുൻ നായകൻ MS ധോണി സഞ്ജുവിന് തുണയായത്. ആദ്യ 3 തോൽവികൾക്ക് ശേഷം പ്രാക്ടീസിനിടെ മാഹി ഭായ് എന്നോട് സംസാരിച്ചു. ഞാൻ ഓക്കെ ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഭയ്യ, ഞാൻ ഓക്കെയാണ്, പക്ഷേ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. ഉടൻ തന്നെ അദ്ദേഹം എന്നെ തടഞ്ഞു. പക്ഷേ എന്നതിലേക്ക് ചിന്ത കാടുകയറേണ്ട. നീ ഏറ്റവും നന്നായി ചെയ്യുന്നത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാം ശരിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ധോണിയുടെ ആ വാക്കുകൾ സഞ്ജുവിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പുറത്താകാതെ 115 റൺസ് നേടി തകർപ്പൻ സെഞ്ചുറിയോടെയാണ് താരം തിരിച്ചു വന്നത്. തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം സീസണിൽ ഉടനീളം തകർപ്പൻ പ്രകടനമാണ് താരം പുറത്തെടുത്തതും. 14 ഇന്നിങ്സുകളിൽ നിന്ന് 43.36 ശരാശരിയിലും 165.63 സ്ട്രൈക്ക് റേറ്റിലും 477 റൺസാണ് താരം വാരിക്കൂട്ടിയത്. 2 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. പുതിയൊരു ടീമിൽ പുതിയൊരു തുടക്കം തേടിയ സഞ്ജു തൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ് വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നത്.